ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കോർണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കീഴടങ്ങണമെന്ന് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് മുമ്പാകെ കീഴടങ്ങാൻ ആണ് നിർദ്ദേശം. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തെ പുകഴ്ത്തി വിദ്യാർത്ഥി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ബ്രിട്ടീഷ് പൗരനായ വിദ്യാർത്ഥിയെ ഉടൻ നാട് കടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണല്ലോ കോർണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി കീഴടങ്ങണമെന്ന് അമേരിക്ക ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ. കോർണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി ബ്രിട്ടീഷ് ഒറിജിനുള്ള വിദ്യാർത്ഥിയെ ഉടൻ കീഴടങ്ങണമെന്ന ആവശ്യമാണ് അമേരിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കീഴടങ്ങേണ്ടത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കീഴിലാണ്. അതും വിഭാഗത്തിന്റെ ഓഫീസിലാണ്. നമുക്കറിയാവുന്നതാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ നിരീക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിരീക്ഷിക്കുന്നതിനുമുള്ള സംവിധാനം ശക്തമാക്കിയിരുന്നു. ഈ ശക്തമാക്കിയ ആ സംവിധാനത്തിന് മുന്നിലാണ് ഇയാൾ കീഴടങ്ങേണ്ടത് എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ അമേരിക്കൻ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അടിയന്തരമായി കീഴടങ്ങിയതിനു ശേഷം ഇയാളെ നാട് കടത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോർണൽ യൂണിവേഴ്സിറ്റിയിലെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം കടുത്ത നടപടികൾ ഉണ്ടാകാത്തതിൽ അമേരിക്കൻ ഭരണകൂടം ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും സമാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇത്തരത്തിൽ ഇസ്രായേൽ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അത്തരത്തിൽ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ബിരുദം താൽക്കാലികമായി തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയിരുന്നു. ഇസ്രായേലിനെതിരായ അല്ലെങ്കിൽ പാലസ്തീൻ അനുകൂല നിലപാടുകൾ അമേരിക്കയിൽ തുടരേണ്ടതില്ല എന്ന കൃത്യമായ നിർദ്ദേശം, അതുപോലെ തന്നെ ഈ സർവകലാശാലകൾ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ വേദിയാക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒക്ടോബർ 7 ആക്രമണം വിജയത്തിന്റെ സൂചകമായി കണക്കാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഈ വിദ്യാർത്ഥി പോസ്റ്റുകൾ ഇട്ടത് സമൂഹ മാധ്യമത്തിൽ. സ്വാഭാവികമായും അത് വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുകയും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയുമായിരുന്നു. വിനോദ്. തീർച്ചയായും ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തനം നടത്തിയ ബ്രിട്ടീഷ് പൗരനായ വിദ്യാർത്ഥി അടിയന്തരമായി കീഴടങ്ങണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥിയെ നാട് കടത്താനും അമേരിക്കൻ നീക്കം ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.